പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഏതുപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. 8-ാം സങ്കീർത്തനം എന്റെ 1-ാമത്തെ വാക്യം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവജനം എന്ന് പറയുന്നത് ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സർവ്വലോകത്തിലുമുള്ള സർവ്വജനത്തിലും പറയുവാൻ കഴിയുന്ന ഒരേ ഒരു വചനമാണ് ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. വേറൊരു നാമം ഇല്ലെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടിയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ കുറിച്ച് ഈ സങ്കീർത്തന 8 നമുക്ക് വായിക്കാൻ കഴിയും. വ്യക്തം ചെയ്യും. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാൻ കാണുന്നത്, തെളിവുള്ള രാത്രിയിൽ നക്ഷത്ര നിബിഡമായ നീലാകാശത്തിലേക്ക് നോക്കിയിരുന്ന് എഴുതിയ ഒരു മനോഹരമായ സങ്കീർത്തനമാണ് 8-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മഹത്വം ആകാശത്തിലും ഭൂമിയിലും ഒതുങ്ങുന്നില്ല. ദൈവത്തിന്റെ മഹത്വം ആകാശത്തിലും ഭൂമിയിലും ഒതുങ്ങുന്നില്ല. കർത്താവിന്റെ നാമം സാർവലൗകികമാണ്. കർത്താവിന്റെ നാമം സാർവലൗകികമാണ്. അത് ഭൂലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഭൂലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമം ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമമാണ്. അത് വലിയ ശ്രേഷ്ഠമുള്ള നാമമാണ്. ആ നാമത്തിലാണ് നമ്മുടെ വീണ്ടെടുപ്പ്. ആ നാമമാണ് നമ്മെ ഇതുവരെ നിർത്തിയത്. യേശുവിന്റെ നാമമാണ് നമ്മെ രക്ഷയിലേക്ക് നയിച്ചത്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ നാമത്തിന്റെ മഹത്വം എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കി. ഹല്ലേലൂയ. അപ്പൊ വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനവധി ദൈവികമായ പ്രവൃത്തികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് യാതൊരു കാര്യവും പ്രകൃതിയാൽ വന്നതല്ല. ഭൂമിയിൽ നാം കാണുന്ന ഒരു കാര്യവും പ്രകൃതിയാൽ വന്നതല്ല. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ ഉണ്ടായതുമല്ല. പ്രൈസ് ദി ലോർഡ്. ഓരോന്നിന്റെയും പിന്നിൽ അത്ഭുതമായും ജ്ഞാനമായും സൃഷ്ടിക്കുവാനുള്ള ദൈവത്തിന്റെ കരമുണ്ട്. ചിലൊക്കെ പറയും ഭൂമിയൊക്കെ പൊട്ടിമുളച്ചുണ്ടായതാകും, താനെ ഉണ്ടായതാകും, വലിയ വിസ്ഫോടനത്തിലൂടെ ഇത് ഉണ്ടായി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഒന്നും താനെ ഉണ്ടായതല്ല, ഒന്നും പൊട്ടി ഉളവായി വന്നതുമല്ല. ഇതിന്റെയൊക്കെ പിന്നിൽ ഹല്ലേലൂയ അത്ഭുതമായും ജ്ഞാനമായും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഒരാത്മീയന് മനസ്സിലാകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ശക്തി ആർജിച്ച ക്രിയകളെ കാണുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ മനുഷ്യർക്ക് വെളിച്ചം കൊടുക്കുവാൻ എത്ര കോടിക്കണക്കിനുള്ള നക്ഷത്രങ്ങളാണ് ദൈവം ഉണ്ടാക്കിയത്, വെള്ളിൽ നിറച്ചത് അല്ലേ. അവർ വീഴാതെ വണ്ണം കാത്തു സൂക്ഷിച്ച് നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. കോടാനുകൂടി നക്ഷത്രങ്ങളെ ആകാശവിധാനത്തിൽ സൃഷ്ടിച്ച് നിർത്തിയിരിക്കുന്ന ദൈവം അവയിൽ ഒന്നുപോലും താഴേക്ക് വീഴാതെ അവയെ താങ്ങി നിർത്തുന്ന ദൈവത്തിന്റെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. നക്ഷത്രങ്ങൾ ഓരോന്നും ചിന്തിച്ചു നോക്കുക. ഹല്ലേലൂയ. പറ്റാത്ത ഭയങ്കരമായ വേഗത്തിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. എന്നിരുന്നാലും ഒന്നിനോടൊന്ന് ഇടിക്കാത്ത വിധത്തിൽ അത് മനോഹരമായ പാതയിലൂടെ യാത്ര ചെയ്യുക. കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ടെങ്കിലും അത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും ഒന്നിനോടൊന്നും ഇടിക്കാതെ അത് അതിന്റെ ഭ്രമണപഥത്തിലൂടെ തന്നെ യാത്ര ചെയ്യുക അല്ലേ. ആകാശത്തിൽ ദൈവം സൂര്യനെ നിർമ്മിച്ചു. ഭൂമി മുഴുവൻ പ്രകാശം കൊടുക്കുന്നു. പകൽ വാഴുവാൻ സൂര്യൻ, രാത്രിയിൽ വാഴുവാൻ ചന്ദ്രനെ. അതതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നക്ഷത്രങ്ങളോടും അത് കൂട്ടിയിടിക്കുന്നില്ല. ഭൂമി മുഴുവൻ ചന്ദ്രന്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നു. എല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായ ജ്ഞാനമാണ്. ദൈവത്തിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠത. ഹല്ലേലൂയ. സകല നാമത്തിനും മേലായ നാമമാണ് യേശുവിന്റെ നാമം. സകല നാമത്തിനും മേലായ നാമമാണ്. അപ്പൊ ആ നാമത്തിന്റെ ഹല്ലേലൂയ, ആ നാമത്തിൽ ഞാനും നിങ്ങളുമായി തീരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിലേറെ സന്തോഷിക്കാൻ കഴിയുന്നത്. ഭൂമിയിൽ അനവധി നാമങ്ങളുണ്ടെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തോളം ശ്രേഷ്ഠതയുള്ള മറ്റൊരു നാമവും ഇല്ലെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുക. ലോകത്തിൽ ഒരു സയന്റിസ്റ്റിന് ഇതുവരെ മറ്റൊരു നാമത്തെ തെളിയിക്കാനും പറ്റത്തില്ല. ഒരു മതങ്ങൾക്കും ഒരു മത നേതാക്കന്മാർക്കും
ഈ ഭൂമിയിലെ ഒരു കണ്ടുപിടുത്തങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമത്തെ കാണിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രൈസോ, അങ്ങനെ ഒരു നാമമില്ല. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വമാണ് കാണുന്നത്. അപ്പം ദൈവത്തെയും പാതാളത്തെയും വിശ്വസിക്കാത്ത വിജ്ഞാനികൾ ആകാശത്തിൽ വലിയ വലിയ കുറുക്കുവഴി ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് മനസ്സിലാകാത്ത വിജ്ഞാനികൾ അവർ കണ്ടുപിടിച്ചതാണ് ആകാശത്തിൽ വലിയ കുറുക്കുവഴികളുണ്ടെന്ന്. അതിന്റെ അരികിൽ വിമാനം പോയാലോ നക്ഷത്രങ്ങൾ പോയാലോ ആ കുറുക്കുവഴികളെ അവ വിഴുങ്ങി വിടുങ്ങുമെന്ന്. അപ്പൊ അങ്ങനെ കുറുക്കുവഴി വിമാനങ്ങൾ പോയാൽ ആ കുറുക്കുവഴികൾ അവയെ വിഴുങ്ങി വിടും. കുറുക്കുവഴിയെ വിശ്വസിക്കുന്നവർ കുഴി ഉണ്ടെന്ന് വിശ്വസിക്കണമല്ലോ. ആകാശത്തിൽ കുറുക്കുവഴികൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ വിജ്ഞാനികള് പാതാളമുണ്ടെന്ന് എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? അല്ലേലിയ. അപ്പൊ സന്ദർഭോചിതമായി സംസാരിച്ച് മനുഷ്യന്റെ ചിന്താഗതികളെ മാറ്റി മനുഷ്യന്റെ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന അനവധി ദുരുപദേശ ശക്തികൾ ദേശത്ത് പെരുകിക്കൊണ്ടിരിക്കുമ്പോഴാണ്, പല പഠിപ്പിക്കലുകളും വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സംഗീതക്കാനായിരിക്കുന്ന ദാവീദ് ദൈവത്തിന് മുഴുമഹത്വം കൊടുത്തുകൊണ്ട് പറയുന്നത് അല്ലേലിയ, ഞങ്ങളുടെ കർത്താവ് യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിന്റെ ഉടയവൻ ദൈവമാണ്. എല്ലാ സങ്കീർത്തനത്തിന്റെ ഉടയവൻ ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉടയവൻ ദൈവമാണ്. വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നതിന് വരെയും അതിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. അപ്പൊ സങ്കീർത്തനക്കാരന്റെ സങ്കീർത്തന്റെ ഉടയവനായ ദൈവമാണ്. അത് ശക്തമായ നിലയിൽ നമുക്ക് മനസ്സിലാകത്തക്ക നിലയിലൂടെ ദൈവം തന്നെ ദാസനായിരിക്കുന്ന ദാവീദിലൂടെ ആത്മാവിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. നമുക്ക് വായിച്ച് മനസ്സിലാക്കി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കാൻ വേണ്ടി പ്രേക്ഷകരോ. ദൈവത്തിന്റെ മഹത്വത്തെ വേണം ഞാൻ നിങ്ങളൊക്കെ വർണ്ണിക്കാൻ. അല്ലേടി ഇവിടെ ദൈവവചനം വായിക്കുക കാണുന്നത് അതേസമയം ദൈവം ആരെന്നും അവന്റെ പ്രാധാന്യം അവന്റെ വിശേഷതകൾ എന്തെല്ലാമാണെന്ന് എന്നതെല്ലാം അവന്റെ നാമമുഖാന്തരം അവന്റെ ക്രിയകൾ മുഖാന്തരം നമുക്ക് അറിയാൻ കഴിയും. ദൈവം ആരാണ്? അവന്റെ പ്രാധാന്യം വിശേഷതകൾ എന്തെല്ലാമാണെന്ന് അവന്റെ നാമം മുഖാന്തരം അവന്റെ പ്രവൃത്തികൾ മുഖാന്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ വെറ്റെങ്ങും പോകണ്ട. പ്രഭാതത്തിൽ എഴുതിയിട്ട് പ്രകൃതിയെ നോക്കി ആകാശത്തെ നോക്കിയിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ മനോഹരമായ പ്രകൃതിയെ കണ്ടിട്ട് പറയണം, സകല നാമത്തിനും മേലായ നാമമാണ് ഈ പ്രഭാതം തന്നത്. പ്രഭാതത്തിൽ പ്രകൃതികളെല്ലാം സന്തോഷിക്കുമ്പോൾ, പക്ഷിപ്രവജാതികളെല്ലാം ശബ്ദിച്ച് ചിലച്ച് ആഹാരം തേടി ഇറങ്ങുമ്പോൾ പകൽ വാഴുവാൻ വേണ്ടി വലിയ സൂര്യനെ ആകാശത്തിൽ സൃഷ്ടിച്ച വെളിച്ചം നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ നാമം എത്ര ശ്രേഷ്ഠമാണെന്ന് നിങ്ങൾ പറയണം. പ്രൈസലോ. പ്രഭാതത്തിൽ കണ്ണു തുറന്നെഴുന്നേറ്റ് നമുക്ക് നമ്മുടെ കൃത്യനിർവഹണത്തിലേക്കൊക്കെ പ്രവേശിപ്പാൻ അവസരം വന്നപ്പം പറയാം, എൻ്റെ ദൈവത്തിന്റെ നാമം എത്ര വലുതാ, എൻ്റെ ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാ. കഴിഞ്ഞ രാത്രിയിൽ കിടന്നിട്ട് രാവിലെ എഴുന്നേക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായി മാറിയനെ? കഴിഞ്ഞ രാത്രി കിടന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കണ്ണ് ചിമ്മി എഴുന്നേറ്റ് വന്നപ്പോൾ ഈ പ്രഭാതത്തെ കാണുന്നുണ്ടെങ്കിൽ പറയണ ശ്രോതാവേ, എൻ്റെ ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാ. ദൈവത്തിന്റെ മഹത്വം നമ്മെ നിലനിർത്തുന്നത് കേട്ടോ. നിന്റെ ഏത് കഷ്ടതയുടെ നിലവിലും ഏത് പ്രതിസന്ധികളുടെ നിലവിലും നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഏതായിരുന്നാലും ദൈവത്തിന്റെ നാമം നിന്റെ കുടുംബത്തിനകത്ത് ശ്രേഷ്ഠമായ നിലയിൽ നിലകൊള്ളുകയാണെങ്കിൽ ആ നാമം നിന്റെ കുടുംബത്തിലുള്ളിടത്തോളം കാലം നിന്നെ എതിർക്കുവാൻ, നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ദുഷ്ട ശക്തികൾക്കും കഴിയില്ല. രക്തം ചെയ്യാം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിൽ ശ്രേഷ്ഠമായിരിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായിരിക്കണം, നിങ്ങളുടെ മക്കളെ ശ്രേഷ്ഠമായിരിക്കണം. അല്ലേലിയ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തെ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു പഠിപ്പിക്കണം. നിങ്ങളുടെ തലമുറയിൽ ചെറുപ്രായത്തിൽ തൊട്ട് പറഞ്ഞു പഠിപ്പിക്കണം. അവർ ദൈവത്തിന്റെ മഹത്വം കണ്ട് വളരണം, ദൈവത്തിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി വളരണം. അല്ലാത്ത കുഞ്ഞുങ്ങളാണ് ഈ മദ്യത്തിനും മയക്കും ലഹരിക്കും അടിമപ്പെട്ട് ഭ്രാന്തന്മാരെ പോലെ നടത്തുന്നത്. ഇന്നത്തെ കാലഘട്ടം നോക്കറിയാം, ആണിനെയും പെണ്ണിനെയും കണ്ട തിരിച്ചറിയത്തില്ല, ആണിനെയും പെണ്ണിനെ കണ്ട തിരിച്ചറിയത്തില്ല. ആണിന്റെ വസ്ത്രം പെണ്ണ് ധരിക്കുന്നു, പെണ്ണിന്റെ വസ്ത്രം ആണ് ധരിക്കുന്നു. അത് തന്നെയല്ല, ആണും പെണ്ണും എല്ലാം ഇന്നത്തെ കാലം മുടി നീട്ടി വളർത്തി എല്ലാം തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുക. ആണേതാ പെണ്ണാണെന്ന് തിരിച്ചറിയത്തില്ല. പ്രത്യേകിച്ച് മുഖത്ത് നോക്കി മീശയുണ്ടെങ്കിൽ മാത്രമേ പെണ്ണാണോ ആണാണോ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് ആയിപ്പോയി. കാരണം മനുഷ്യൻ അത്രമാത്രം അധംപതിച്ചിരിക്കുന്നു.
മനുഷ്യൻ അധംപതിച്ചതിന്റെ തെളിവാണ് ഹല്ലേലൂയ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണതകളെല്ലാം. അതേസമയത്ത് ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തിന്റെ നാമത്തെക്കുറിച്ചും ഒക്കെ നമ്മുടെ തലമുറകളെ പറഞ്ഞു പഠിപ്പിച്ച് അവനെ ആ ദൈവികമായ ജ്ഞാനത്തിൽ വളർത്തിയെടുത്തിരുന്നെങ്കിൽ നമ്മുടെ മക്കളൊക്കെ എത്ര ശ്രേഷ്ഠമായ രീതിയിൽ കുടുംബത്തിനും സമൂഹത്തിനും നിയമത്തിനും അവർ വെല്ലുവിളിയായി മാറാതെ അവർ കുടുംബത്തിനും സമൂഹത്തിനും നിയമത്തിനും അവർ അനുഗ്രഹമായി മാറിയനെ. രക്തം ചെയ്യാം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം ഓരോരുത്തരും ഈ ഭൂമിയിലെ നിയമത്തിനും കുടുംബത്തിനും ഹല്ലേലൂയ നമ്മുടെ സമൂഹത്തിന് നാം വെല്ലുവിളിയായി മാറാതെ അവർക്കൊക്കെ നാം മഹത്വമായി മാറണം, അനുഗ്രഹമായി മാറണം. പ്രൈസലോ. അല്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ മഹത്വമേറിയ നാമത്തെ, ശ്രേഷ്ഠമായ മഹത്വത്തെ നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങളുടെ തലമുറയോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവരെ മനസ്സിലാക്കി കൊടുക്കണം, അവരെ നേരായ പാതയിലൂടെ കൊണ്ടുവരണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ മഹത്വത്തെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമാലേഖനം ഹല്ലേലൂയ, സ്തോത്രം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ നിത്യശക്തിയും ദൈവത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി ഹല്ലേലൂയ തെളിവായി വെളിപ്പെട്ടു വരുന്നു. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ റോമാലേഖനത്തിൽ പൗലോസ് പറയുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ 18-ാമത്തെ വാക്യം തൊട്ട് വായിക്കും കാണുന്നുണ്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കും മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദൈവത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നുവെന്നാണ് ഹല്ലേലൂയ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ മനസ്സിലാക്കാൻ പോയാൽ, ദൈവത്തെ നാം അറിയാതെ പോയാൽ, അനീതി കൊണ്ട് സത്യത്തെ തടയുന്ന, സത്യത്തെ എതിർക്കുന്ന, അനീതി കൊണ്ട് സത്യത്തെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം ജനം ഇവിടെ ഭൂമിയിൽ വളരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം എന്തെന്നറിയാത്തത് കൊണ്ട് ദൈവത്തിന്റെ കോപം ഭൂമിയിൽ വെളിപ്പെടുവണം. ഹല്ലേലൂയ. ദൈവക്രോധം സംബന്ധിച്ചുള്ള ചില പ്രമാണങ്ങൾ അറിയില്ലായ്മയുടെ മേൽ ദൈവക്രോധം നിപതിക്കപ്പെടുകയില്ല. അറിയില്ലായ്മയുടെ ജീവിതം, നമ്മുടെ അറിയായ്മയുടെ ജീവിതത്തിൽ ദൈവകോപം നമ്മുടെ മേൽ വരത്തില്ലെന്ന് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഹല്ലേലൂയ 17-ാം അധ്യായം 30-ാം വാക്യം വായിക്കുന്നുണ്ട്. അറിയായ്മയുടെ കാലങ്ങളെ അവൻ ഗണ്യമാക്കുന്നില്ലെന്ന്. ഹല്ലേലൂയ. എന്നാൽ എവിടെ മാനസാന്തരം ഉണ്ടോ അവിടെ ന്യായവിധി ഉണ്ടാകുകയില്ല. മാനസാന്തരം എവിടെ ഉണ്ടോ അവിടെ ന്യായവിധി ഉണ്ടാകത്തില്ല. മാനസാന്തരം ഇല്ലെങ്കിൽ ന്യായവിധി ഉണ്ടാകും. ഹല്ലേലൂയ. മുന്നറിയിപ്പ് കൂടാതെ ദൈവകോപം ചെരികയുമില്ല. മുന്നറിയിപ്പ് കൂടാതെ ദൈവകോപം ചെരികയില്ല. അപ്പം ദൈവകോപം എന്ന് പറയുന്നത് നമുക്ക് മുന്നറിയിപ്പിലൂടെ ദൈവം തരും. അല്ലേലേ. വിശ്വാസത്താൽ ദൈവനീതി മനുഷ്യൻ സ്വീകരിക്കാത്തതിനാൽ ദൈവകോപത്തിന്റെ വെളിപ്പാട് ആവശ്യമായി വരുന്നു. ദൈവത്തെ സ്നേഹിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തെ മറന്ന് ഈ ലോകത്തിന്റെ ഇമ്പപ്രകാരം ജീവിക്കുന്നത് കൊണ്ട്, ദൈവത്തെ മറന്ന് ഒരു തലമുറയുടെ വളരുന്നുണ്ട്. അക്രമം പെരുകുന്നുകൊണ്ട്, അധാർമ്മികത പെരുകുന്നത് കൊണ്ട്, അനീതി കൊണ്ട് സത്യത്തെ തടയുന്നുകൊണ്ട്, സകല നാമത്തിന് നേരായ നാമമുള്ള ശ്രേഷ്ഠ നാമമുള്ള യേശുവിന്റെ നാമത്തെ തിരസ്കരിക്കുന്നത് കൊണ്ട് ദൈവകോപം ഭൂമിയിൽ എല്ലായിടവും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസലോ. അപ്പൊ നമ്മൾ ദൈവകോപത്തിന് പുറത്തു വരണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ സൃഷ്ടി അത്രമാത്രം ശ്രേഷ്ഠമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പഠിക്കാണ്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഇതൊക്കെ തന്നെ ദൈവം ആരെന്നും ദൈവത്തിന്റെ മഹത്വം എന്നത് മനസ്സിലാക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അവിടെ ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഭൂമി പാഴി ശൂന്യമായിരുന്നു. ഹല്ലേലൂയ. ആഴത്തിന്മേൽ ഇരുളുണ്ടായ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇവിടെല്ലാം ദൈവമഹത്വമാണ്. 3-ാം വാക്യത്തിലേക്കും കാണുന്നുണ്ട്, വെളിച്ചം ഉണ്ടാകട്ടെ എന്നോ കൽപ്പിച്ചും വെളിച്ചമുണ്ടായി. ഇവിടെ എല്ലാം ദൈവമഹത്വമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നവൻ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വെളിച്ചം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാണെന്ന്. പ്രൈസലോ. ദൈവത്തിന്റെ മഹത്വത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. അപ്പം വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ 1-ാമത്തെ വചനത്തിൽ തന്നെ ദൈവമാണ് എന്ന് നമുക്ക് അറിയുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവമാരെ നമുക്ക് അറിയാൻ കഴിയും. ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച സർവശക്തനായ ദൈവം ഈ ലോകത്തെ എത്ര ജ്ഞാനമായിട്ടാണ് അവന്റെ അളവറ്റ കൃപയാൽ നിർമ്മിച്ചിരിക്കുന്നത്.
ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച ദൈവം, ഞാൻ മുമ്പ് ആവർത്തിച്ച് സൃഷ്ടിച്ച ദൈവം, ആ നമ്മുടെ കർത്താവിന്റെ അളവറ്റ കൃപയാൽ ഈ ഭൂമിയെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് നിർമ്മിച്ച്, അതിൽ എത്ര ശ്രേഷ്ഠമായിട്ടാണ് മനുഷ്യൻ ആമീൻ ഭൂമിയിൽ വസിക്കുന്നത്. ദൈവത്തിന്റെ സകല സൃഷ്ടിയെക്കാളും ശ്രേഷ്ഠമായിട്ടാണ് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലുള്ള സകലത്തിന്മേലും വാഴുവാൻ അവൻ അധികാരം കൊടുത്തു. പക്ഷേ മനുഷ്യന്റെ പാപം ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ മേൽ ഉണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെട്ടു. സാത്താൻ മനുഷ്യന്റെ മേൽ ആധിപത്യം പുലർത്തി. ഹല്ലേലൂയ. അങ്ങനെ പാപത്തിൽ വിടുപോയ മനുഷ്യനെ, പാപത്തിൽ നശിച്ചു പോയ മനുഷ്യനെ സകലത്തിൽ വാഴുവാൻ അധികാരം നമ്മെ ഇവിടെ ആക്കിയ ആ അവസ്ഥയിൽ മനുഷ്യൻ പാപമുഖം നശിച്ചു പോയപ്പോൾ ആ പാപമുഖാന്തരം ജീവിക്കുന്ന സകല ജനത്തെയും വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനും, യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിതവും തന്റെ ശുശ്രൂഷയും മരണവും അടക്കം പുനരുത്ഥാന തന്റെ സ്വർഗ്ഗാരോഹണമൊക്കെ പഠിക്കുമ്പോൾ ആദാമിൽ നശിച്ചു പോയതൊക്കെ ദൈവം നമുക്ക് തിരിച്ചു നൽകിയ അത് വിശ്വസിക്കുന്നവർക്കാണ്. നമുക്ക് ദൈവത്തിന്റെ മഹത്വമാണ് ഇവിടെ തിരിച്ചറിയേണ്ടത് കേട്ടോ. അപ്പം ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ദൈവം മനുഷ്യനെ ജീവിക്കുവാനായി, അഭിവൃദ്ധിക്ക് വേണ്ടി, അവൻ അനുഭവിക്കുവാൻ വേണ്ടി എല്ലാം കർശനമായി നൽകി. ദൈവത്തിന്റെ അളവറ്റ ജ്ഞാനത്താൽ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി, അവന്റെ ഉപജീവനത്തിനായി, അവന്റെ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ അളവറ്റ ജ്ഞാനത്താൽ ഭൂമി സകല വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു. ആഹാരം തരുന്ന സസ്യങ്ങളെല്ലാം, പഴങ്ങൾ തരുന്ന സസ്യങ്ങളെല്ലാം ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ ദൈവം മനുഷ്യനോട് മനസ്സലിവുള്ള ദൈവമാണ്. ദൈവമാണ് മനസ്സലിവുള്ള ദൈവം. അതിനെ കേൾക്കുന്ന മാതാവ് പിതാവേ, നിനക്ക് വേണ്ടുന്നതെല്ലാം തന്ന് നിന്നെ തൃപ്തനാക്കാൻ നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവരാണ്. പക്ഷെ നീ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി അവന്റെ മഹത്വത്തെ നീ തിരിച്ചറിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഭൂമിയിലൊക്കെ ശ്രേഷ്ഠമായിരിക്കുന്നില്ലേ, അവന്റെ നാമം നിന്റെ കുടുംബത്തിന് ശ്രേഷ്ഠമായി മാറുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യങ്ങൾ മാറിപ്പോകുന്ന ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യങ്ങൾ മാറിപ്പോകും, നിന്റെ കുടുംബത്തിന്റെ കഷ്ടതകൾ മാറിപ്പോകും. മഹാവ്യാധിയാൽ നീ ഭാരപ്പെട്ട് വരയുകയാണോ, അതിൽ ദൈവം നിനക്കൊരു മോചനം നൽകും. രക്തം ചെയ്യാം. കണ്ണുനീർ തൂക്കുന്ന പ്രിയ സഹോദരൻ പറയട്ടെ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ നിന്റെ അയൽവാസികൾ ഓടിയെത്തത്തില്ല, നിന്റെ സഹോദരങ്ങൾ ഓടിയെത്തത്തില്ല, നിന്നെ സ്നേഹിക്കുന്നവരാരും ഓടിയെത്തത്തില്ല. അഥവാ അവരുടെ ഓടിയെത്തിയാൽ ഇതെല്ലാം താൽക്കാലികമായിരിക്കും. എന്നാൽ നിലയ്ക്കാത്ത കണ്ണുനീര് തുടയ്ക്കുവാൻ, നിലയ്ക്കാത്ത നിന്റെ കണ്ണുനീര് തുടച്ച് നിന്നെ സ്നേഹത്തിൽ താങ്ങി നിർത്തുവാൻ, നിന്നെ സ്നേഹിപ്പാൻ, നിന്നെ കരുതുവാൻ, നിന്റെ ജീവിതക്കാലം മുഴുവൻ നിനക്ക് വേണ്ടുന്ന സകലതും തരാൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് അവന്റെ നാമം ഭൂമിയിലൊക്കെ ശ്രേഷ്ഠമായിരിക്കുന്ന പോലെ നിന്റെ ജീവിതത്തിൽ അവന്റെ നാമം ശ്രേഷ്ഠമായിരിക്കണം. അപ്പം ഭൂമിയിലുള്ള എല്ലാവരും നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുമെങ്കിലും അതെല്ലാം താൽക്കാലികമാണേ. എങ്കിലും നിലയ്ക്കാത്ത കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. പാപത്തിൽ ശാപത്തിൽ വീണ്ടും കണ്ണുനീരോടുകൂടി കഴിയുന്ന ചില കുടുംബങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, സ്തോത്രം, നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. എന്താണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന അക്രമം, കൊലപാതകത്തെക്കുറിച്ച് കേൾക്കാത്ത ഏതെങ്കിലും ദിവസമുണ്ടോ? കൊലപാതകത്തെക്കുറിച്ച്, രക്തച്ചുരിച്ചിനെ കുറിച്ച്, വെട്ടിക്കൊന്നു, കുത്തിക്കൊന്നു എന്നീ സംഭവങ്ങളെക്കുറിച്ച് കേൾക്കാത്ത ഏതെങ്കിലും ദിവസമുണ്ടോ? ഞാൻ പ്രഭാതത്തിൽ 3 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ എഴുതിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പ്രഭാതത്തിൽ എഴുതിയിട്ട് പലർക്കും മൊബൈൽ ഞാൻ വാട്സപ്പിലൊക്കെ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, മെസ്സഞ്ചറിലൊക്കെ. അങ്ങനെ രാവിലെ തുറന്നു നോക്കിയപ്പോൾ കണ്ടു തന്നെ പെരുമ്പ്രാവിൽ ഒരു മനുഷ്യനെ കുത്തിക്കൊന്നു എന്നുള്ളതാണ്. അത്രമാത്രം അരാജകത്വത്തിലേക്ക് നമ്മുടെ ഭൂമി മാറിക്കഴിഞ്ഞു. അത്രമാത്രം അരാജകത്തിൽ ജനം മാറിക്കഴിഞ്ഞു. മനുഷ്യൻ തന്നെ സ്നേഹിപ്പം കഴിയാതെ വന്ന ഒരു വല്ലാത്ത അനുഭവത്തിലേക്ക് നമ്മുടെ ഭൂമി ജനം മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്നപ്പോൾ സ്നേഹിത, നീ മടങ്ങി വന്ന് ആകാശത്തിനും ഭൂമിയിലും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ നീ വിശ്വസിച്ചുകൊണ്ട് അവന്റെ മഹത്വത്തിലേക്ക് നീ മടങ്ങി വാ. നിൽ വാഴുന്ന അക്രമ സ്വഭാവങ്ങൾ മാറിപ്പോകും. നിന്റെ ജീവിതത്തിൽ സാത്താൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ നിനക്ക് തിരിച്ചറിഞ്ഞിട്ട് നിനക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നീ ഒരു കുറ്റവാളിയാണോ? നീ ഒരു ക്രിമിനൽ കേസ് അകപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണോ? ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? അനവധി അപരാധത്തിന്റെ വെട്ടി ചുമത്തി നീ കുറ്റാരോപണത്തിന് വിധേയപ്പെട്ട വ്യക്തിയാണോ? ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് അനുദപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ കർത്താവ് യഹോവേ ഹല്ലേലൂയ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു പറഞ്ഞ നാമത്തിൽ നിന്നെ തന്നെ നിർമ്മിച്ചു കൊടുത്താൽ നിന്റെ അരാജകത്വത്തെ ദൈവം നീക്കി, നിന്നോട് കരുണ കാണിച്ച്, നിന്നോട് ക്ഷമ തോന്നി, നിന്നോട് ദയ തോന്നി അവൻ നിന്നെ ചേർത്ത് പിടിക്കും. നിന്റെ പാപത്തെ പരിഹരിച്ച് നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ.
ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന് പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ സൃഷ്ടിപ്പിന്റെ കൈവേലകൾ മുഖാന്തരവും അവൻ എങ്ങനെയുള്ളവൻ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടിയുടെ മഹത്വങ്ങളെല്ലാം കാണുമ്പോൾ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. സങ്കീർത്തനക്കാരൻ കർത്താവിനെ കുറിച്ച് നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ നീ ഉണ്ടാക്കിയ ചന്ദ്രന്റെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടവൻ അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടവൻ എന്തും മാത്രമെന്ന് സങ്കീർത്തനം 8:3-4 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അവിടെ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് ദാവീദ് പറയുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ 3-4 വാക്യങ്ങൾ പറയുന്ന ആ വചനത്തിന്റെ ചിന്തയനുസരിച്ച് പോകുമ്പോൾ നിസ്സാരനായ മനുഷ്യനെയും അവർണ്യമായ ആകാശവിധാനവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത്ഭുതപരതന്ത്രനായ സങ്കീർത്തനക്കാരൻ ചോദിച്ചു പോകുക, മനുഷ്യനെ നീ ഓർക്കുവാൻ അവർ എന്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടികളെയൊക്കെ കണ്ട് അതിനെല്ലാം ദൈവത്തിന്റെ മഹത്വം കൊടുത്ത ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ ചോദിക്കുക, മനുഷ്യനെ ഓർക്കാൻ നീ അവൻ എന്തുമാത്രം ഉള്ളെന്ന്. ഹല്ലേലൂയ. ഓർത്തു നോക്കിയേ. ഹല്ലേലൂയ. നമ്മെ ഓർക്കുവാൻ നമ്മൾ എന്തുമാത്രം. എന്നാലും ദൈവം നമ്മെ ഓർക്കുന്നില്ലേ? എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിന്നെ ഓർത്തു വെക്കുന്ന യേശു മാത്രമേ ഉള്ളൂ. നീ കൊടും കുറ്റവാളിയാണെങ്കിലും കൊടും ക്രൂരനായ സ്വഭാവമാണെങ്കിലും നിന്റെ ജീവിതത്തിൽ കൊടിയ പാപങ്ങളുണ്ടായിരുന്നാലും ലോകവും സമൂഹവും എല്ലാം നിന്നെ വെറുത്താലും, ഹല്ലേലൂയ, നിയമത്തിന് മുമ്പിൽ നീ ഒരു ക്രിമിനലായി മാറിയാലും, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവമാണെങ്കിലും നിന്നെ ഓർത്തു വെക്കുന്ന ഒരുവനുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. നീ എത്ര വലിയ ക്രിമിനലായിരുന്നു, കുറ്റവാളിയായിരുന്നാലും, ലോകം മുഴുവൻ നിന്നെ വെറുത്താലും, നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠത മഹത്വം നീ മനസ്സിലാക്കി അവന്റെ പാദപീഠത്തിൽ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നിന്റെ പാപങ്ങളെ ക്ഷമിച്ചരും. അറിയായ്മയുടെ കാലങ്ങളെ അവൻ ഗണ്യമാക്കാതെ നിന്നോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. അപ്പൊ ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ദൈവത്തെ, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനെ ദാവീദ് ഈ 19-ാം സങ്കീർത്തനം എഴുതുന്ന ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 19-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് ദൈവത്തിന്റെ സകല പ്രവൃത്തികളും ഓർത്ത്, അല്ലെങ്കിൽ പ്രവൃത്തികളും വചനങ്ങളും ദൈവമഹത്വവും സങ്കീർത്തനക്കാരൻ വർണ്ണിക്കാനാവാത്ത വിധത്തിൽ താൻ രേഖപ്പെടുത്തുകയാണ്. അപ്പം 19-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? അല്ലെങ്കിൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, അല്ലെങ്കിൽ ആകാശവിധാനം അവന്റെ കൈവേലി പ്രസിദ്ധമാക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. നോക്കിക്ക്, നാം നിൽക്കുന്ന ഭൂമിക്ക്, നാം നിൽക്കുന്നതിന് മുകളിൽ മാമി വിശാലമായി വിരിച്ചിരിക്കുന്ന സ്വർഗം. ഹല്ലേലൂയ. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യൻ നോക്കിയാലും നമുക്ക് മുകളിൽ എത്ര മനോഹരമായി വിരിച്ചിരിക്കുന്ന മനോഹരമായ സ്വർഗത്തെ, ആകാശത്തെ കാണുമ്പോൾ അവന്റെ മഹത്വത്തെ നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. താഴോട്ട് പോരാത്ത വിധത്തിൽ, അടർന്നു വീഴാത്ത വിധത്തിൽ ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയാ, അവന്റെ കൈവേലയെ പ്രസ്തമാക്കുക. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി, പിതാവി, ജീവിതത്തിന്റെ ഏത് മേഖലയിലും യേശുവിനെ നീ മഹത്വം കൊടുക്കുക. അമ്മേന്റെ കുടുംബത്തിൽ യേശുവിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുക. ഹല്ലേലൂയ. സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ അവിടെ അരാജകത്വം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങളാണ് കണ്ണുനീരോട് കൂടി കടന്നു പോകുന്നത്. എത്രയോ മാതാപിതാക്കളും മക്കൾ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ കണ്ണുനീർ തൂകിക്കുന്നത്. മക്കൾ എന്നേക്കുമായിട്ട് ഭൂമി നഷ്ടപ്പെട്ടു പോയവരും, മക്കൾ മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിമപ്പെട്ടു പോയവരും, ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് ജയിലിനകത്ത് അടയ്ക്കപ്പെട്ട മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന എത്രയോ മാതാപിതാക്കൾ. ഹല്ലേലൂയ, സ്തോത്രം. എത്രയോ സഹോദരിമാരാണ് സ്വന്തം ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ, ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് കിടക്കുന്നതിന്റെ പേരിൽ ഭാരപ്പെടുന്നത്. എത്ര കുഞ്ഞുങ്ങളാണ് അപ്പനമ്മോർ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഭാരപ്പെടുന്നത്, മനസ്സ് നീറി കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഭൂമി മുഴുവനുള്ള സാഹചര്യ മനുഷ്യനും നിരാശയുടെ നടിയിലൂടെ കടന്നു പോകും, കണ്ണുനീരിന്റെ നടിയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് ശക്തമായ ദൂത്, ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് നീ മനസ്സിലാക്കി മനുഷ്യനെ ഓർക്കാൻ അവൻ എന്തുമാത്രമെന്ന് സംഗീതക്കാരൻ ചോദിക്കുന്നത് പോലെ ദൈവത്തിന്റെ സകല സൃഷ്ടിയേക്കാൾ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മനുഷ്യൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവ സ്വർഗമക്കളെ ഒടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നത്. അവരുടെ ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്തിലേക്ക് മടങ്ങി വാ. നിന്റെ കുറവുകളെ ദൈവം ക്ഷമിച്ചു തരും.
ഞാൻ പറഞ്ഞു, എത്ര കുടുംബങ്ങളാണ് കണ്ണുനീരിൽ. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയി. കർത്താവിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠ നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയി. ലോകപ്രകാരം നീ ആമി ചുറ്റിക്കളിച്ച് ലോകപ്രകാരം ഓടി നടന്ന് ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിച്ചു. പാപഭംഗിരമായ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ നിന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ അനവധി ആളുകളുണ്ടായിരുന്നു. നിന്നെ തള്ളിവിടുവാൻ, നിന്നോട് മുമ്പോട്ട് തള്ളിവിടുവാൻ അനവധി ആളുകളുണ്ടായിരുന്നു. പക്ഷേ നിനക്കൊരു അരാജകത്വം വന്നു കഴിഞ്ഞപ്പോൾ, നിനക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നിന്നോടൊപ്പം ഇറങ്ങിത്തിരിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാതായി നിന്നെ എല്ലാവരും ആട്ടി ഓടിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? ആമീൻ. നിനക്ക് ആരോഗ്യമുണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നപ്പോൾ നിന്നോട് കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നീ അനാഥയായി മാറി. അതുകൊണ്ട് എന്റെ മകളെല്ലാം എന്നെ കേൾക്കുന്ന പ്രേമാതാപിതയായി, ദൈവത്തിന്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠ നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. സൃഷ്ടാവായി ദൈവത്തിന്റെ കുടുംബത്തിനകത്ത് പ്രാധാന്യം കൊടുക്കുക. അവൻ നിന്റെ കുടുംബത്തിൽ താങ്ങി നിർത്തും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്തെ മദ്യവും മയക്കും ലഹരി അടക്കമുള്ള സകല ജടികമായ പ്രവർത്തികളും, കുടുംബത്തിനകത്ത് ദൈവം വെറുക്കുന്ന സകല പാപ സ്വഭാവങ്ങളും നീ പുറത്താക്കി കളയണം. ദൈവം വെറുക്കുന്ന സകല പാപങ്ങളും നിന്റെ കുടുംബത്തിന് പുറത്താക്കണം, നിന്റെ ജീവിതത്തിന് പുറത്താക്കണം. ദൈവം വെറുക്കുന്ന അനവധി പാപങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് മുഖാന്തരം ദൈവത്തിന്റെ കോപം നിന്റെ മേൽ വരും, ദൈവത്തിന്റെ ക്രോധം നിന്റെ മേൽ വരും. ഹല്ലേലൂയ. എന്നാൽ നീ അനുദപിച്ച് മടങ്ങി വന്നാൽ, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ, നിന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അത് ദൈവം വെറുക്കുന്ന പാപത്തെ നീ ഏറ്റുപറയണം. ദൈവം വെറുക്കുന്ന പാപത്തെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ലംഘനം മറച്ചു വെക്കുന്ന ശുഭബലിയിൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന കാരണം ലഭിക്കുമെന്ന് സദൃശവാക്യം 28:13 വായിക്കുന്ന പോലെ, അത് ദൈവം വെറുക്കുന്ന പാപം നിന്റെ ജീവിതത്തിലുണ്ടോ? ദൈവത്തിന്റെ കോപം നിന്റെ മേൽ വരുന്ന പാപ സ്വഭാവങ്ങൾ നിന്റെ പേരുണ്ടോ? ദൈവത്തിന്റെ കോപം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തക്കുന്നതിൽ പാപം നിന്റെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? ദൈവകരമല്ലാത്ത എന്തെങ്കിലും നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ അവയെ ഇന്ന് പകൽ നീ വലിച്ചെറിയണം. ഇറങ്ങിയിട്ട് നീ ദൈവത്തിന്റെ മഹത്വത്തെ നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവരണം. ഭൂമിയിലൊക്കെ ശ്രേഷ്ഠമായിരിക്കുന്ന യേശുവിന്റെ നാമത്തെ നിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോവാ. നീ നിന്റെ കുടുംബം അടക്കം ഒന്നിച്ച് ദൈവത്തോട് ചേർന്നിരുന്ന ദൈവത്തെ സ്തുതിക്കുക. ഇന്നലകളിൽ നഷ്ടപ്പെട്ടതിനെല്ലാം ദൈവം നിനക്ക് മടക്കി തരും, രക്തം ചെയ്യും. അപ്പൊ നമ്മൾ യേശുവിനെ അറിയാൻ കഴിയാതെ പോയതാണ് നമ്മുടെ പരാജയം മുഴുവൻ. മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ പണത്തിന് വേണ്ടി ഓടി നടക്കുക, പ്രതാപത്തിന് വേണ്ടി ഓടി നടക്കുക, അധികാരത്തിന് വേണ്ടി ഓടി നടക്കുക, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക. അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും മനുഷ്യൻ. രക്തച്ചൊരിച്ച് നടത്തി കള്ളവും വ്യാജവും അനീതിയും കൊണ്ട് മനുഷ്യൻ എന്തും സാധിച്ചെടുക്കാൻ വേണ്ടി ദിവ്യാഗ്രഹം കയറി, പണത്തിന്റെ ആർത്തി കയറി മനുഷ്യൻ എന്തും ചെയ്യും മടിയില്ലാത്തവനായി മാറി ഈ ദുഷ്കരമായ ഭൂമിയിൽ. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കോപത്തിലേക്ക് പോകാൻ നീ മടങ്ങി വന്ന് ദൈവത്തിന് ഇഷ്ടമായത് ചെയ്ത് അവന്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് സംഗീതനക്കാനായി ദാവീദിനോട് ചേർന്ന ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം. രക്തം ചെയ്യും. നമുക്ക് ഈ ഭൂമിയിൽ മാത്രമേ ദൈവത്തെ എത്രമാത്രം ശ്രേഷ്ഠമായി ആരാധിക്കാൻ കഴിയുള്ളൂ, എത്രമാത്രം ദൈവത്തിന്റെ മഹത്വത്തെ കാണാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ നീ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ ഈ പ്രഭാതത്തിൽ കണ്ണ് ചിമ്മി എഴുന്നേറ്റ് വന്നിട്ട് കല്യാദികളിലേക്ക് കടക്കുവാൻ നീ എന്നെ യോഗ്യനാക്കി തീർത്ത നിന്റെ മഹത്വമാണല്ലോ, നിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠതയാണല്ലോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നതെന്ന് നിനക്ക് ദൈവത്തോട് പറയാൻ കഴിയണം. നിന്റെ ഭർത്താവിനെ നീ ജീവനോടെ പ്രഭാതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ഭാര്യയെ നീ പ്രഭാതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, കേൾക്കുന്ന പ്രിയ സഹോദരൻ, നിന്റെ മാതാപിതാക്കളെ നീ പ്രഭാതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ മക്കളെ നീ കണ്ണു ജീവി എഴുതിയിട്ട് വന്ന് അവർക്ക് യാതൊരു കേടും കൂടാതെ കണ്ടിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങയുടെ മഹത്വം എത്ര വലുതാണ്, അങ്ങയുടെ ശ്രേഷ്ഠത എത്ര വലുതാണ്. എന്റെ കുടുംബത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം കേട്ടോ. രക്തം ചെയ്യും. പ്രൈസലോ. ഹല്ലേലൂയ. ഞാൻ മുമ്പ് ആവർത്തിച്ചല്ലോ, എത്ര കുടുംബ കണ്ണുനീരില്. പക്ഷെ കണ്ണുനീരിലൂടെ എന്റെ കുടുംബം പോകരുത്. നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിന്റെ ഭാഗമായി ദൈവവചനം നീ അനുസരിച്ചുകൊണ്ട് സകല നാമത്തിന് മേലായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തെ സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ജീവിതം ഒരിക്കൽ മാത്രമാകട്ടോ. ഞാൻ മിക്കവാറും പറയാറുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ദൈവം എത്ര ആശ്ചര്യമായി ആകാശത്തെ വിരിച്ചിരിക്കുന്നു. സൂര്യനൊരു മഹത്വമുണ്ട്, ചന്ദ്രനൊരു മഹത്വമുണ്ട്, നക്ഷത്രങ്ങൾക്കൊരു മഹത്വമുണ്ട്. ആകാശമണ്ഡലങ്ങളെ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ലോകത്തിൽ എത്രയോ കോടിക്കണക്കുള്ള അതിശയിക്കത്തക്ക വിധത്തിൽ ജീവജാലങ്ങളെ, പക്ഷിപറവജാതികളെ, മൃഗജീവികളെ, മത്സ്യങ്ങളെയൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഭൂമിയിലെ അമിസ്വതം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ആമീൻ ചിരച്ചുള്ള പക്ഷി പറവജാതികൾ, ഭൂമിയിൽ ഇഴയുന്ന ഇഴജന്തുകൾ, നാൽക്കാലികൾ, കാട്ടിലെ മൃഗങ്ങൾ, അല്ലെങ്കിൽ ആറ്റിലെ മത്സ്യങ്ങൾ, അവയെല്ലാം അതിൻ്റെതായ രീതിയിലൂടെ സഞ്ചരിക്കുകയും ഓടുകയും ഇര തേടി അത് പോയി അത് ഇരയന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയണം.
ഹല്ലേലൂയ. പകൽ മുഴുവൻ നമുക്ക് പ്രകാശം വെച്ച അവൻ സൂര്യനെ തരുമ്പോൾ, അവൻ പകലുമാ രാത്രി നമുക്ക് അവൻ ചന്ദ്രനെ തരുമ്പോൾ, നക്ഷത്രങ്ങളെ തരുമ്പോൾ അവന്റെ മഹത്വം എത്ര വലുതാണെന്ന് നമുക്ക് തിരിച്ചറിയണം. വലിയ സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, മനുഷ്യനെ ദൈവം മാത്രയ്ക്ക് സ്നേഹിച്ച് പരിപാലിച്ച് മഹനീയമായതിനാലും തേജസ്സിനായാലും മനുഷ്യനെ അവൻ നിറച്ചിരിക്കുകയാണ്. ഭൂമിയിലുള്ള സകലത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ട് ദൈവം മനുഷ്യനെ തന്റെ തേജസ്സിനാവാൻ നിറച്ചിരിക്കുക, തന്റെ മഹത്വത്തെ നിറച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയിൽ ദൈവത്തിന്റെ മഹത്വമാണ് നിറഞ്ഞു നിൽക്കുന്നത്, ദൈവത്തിന്റെ ശ്രേഷ്ഠത നിറഞ്ഞു നിൽക്കുന്നെങ്കിലും ദൈവം അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് മനുഷ്യനെ നിറച്ചിരിക്കുന്നത്. കാരണം അവന്റെ സ്വരൂപത്തിന് സാധ്യത സൃഷ്ടിച്ച് അവന്റെ തേജസ്സാണ് നമ്മെ നിറച്ച് ഈ ഭൂമിയിൽ വെച്ചിരിക്കുമ്പോൾ നാം ആ തേജസ്സിന്റെ പ്രകാശത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലേക്ക് ഇരുൾ വന്ന് കയറരുത്, നമ്മുടെ ഉള്ളിൽ ഇരുൾ വന്ന് കയറരുത്. ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിക്കുമ്പോൾ ഭൂമി പാഴ്ശൂന്യ ഇരുൾ ആഴത്തെ മൂടിയിരുന്നത് പോലെ ആ ഇരുളിനെ മാറ്റി വെളിച്ചം പ്രകാശിപ്പിച്ച ദൈവത്തിന്റെ ആ വെളിച്ചത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് എന്നും പ്രകാശിച്ച് നിൽക്കണം, ജീവിതത്തിൽ എന്നും പ്രകാശിച്ച് നിൽക്കണം. നിന്റെ കുടുംബത്തിന് ഇരുൾ വരരുത്. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യനെ ദൈവം എത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കരത്തിന്റെ കൈകളിന്മേൽ അധിപതികളാക്കി സകലത്തെയും അവന്റെ പാദപീഠത്തിന് കീഴാക്കി തന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ ദൈവം സകലത്തിന്മേലും അധിപനായി ശ്രേഷ്ഠനായി നിയമിച്ച സകലത്തെയും മനുഷ്യന്റെ പാദപീഠത്തിന് ആമി നൽകി തന്നു. അത് സകലത്തിന്മേലും അധികാരം നമുക്ക് കേട്ടോ. അല്ലേ? അത് ദൈവിക അധികാരമാണ്. അല്ലേ? അപ്പൊ ദൈവിക അധികാരത്തോടു കൂടി വേണം നമ്മൾ മുമ്പോട്ട് പോകുവാൻ. അല്ലേ? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്നത്, നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ എന്നെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൺകീഴാക്കിയിരിക്കുന്നുവെന്ന് സംഗീത 8:6 വായിക്കുന്നത്. അല്ലേ? അതുകൊണ്ടാണ് പക്ഷി, പറവജാതി, ഇഴജാതി മൃഗങ്ങളെല്ലാം ആമേ ഭൂമിയിലുള്ള സാഗരവും മനുഷ്യനെ ഇണങ്ങുന്നതിന്റെ, മനുഷ്യന് വഴങ്ങും, മനുഷ്യനെ അനുസരിക്കുന്നതിന്റെ കാരണം എന്താണ്? സകലത്തിന്മേലും ദൈവം നമ്മെ അധിപതിയാക്കി വെച്ചു. അല്ലേ? സകലത്തിന്മേലും ദൈവം നമ്മെ അധിപതിയാക്കി വെച്ചിരിക്കുന്ന സ്വതാവി ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ നാമം നിന്നെ നിറഞ്ഞു നിൽക്കട്ടെ. അല്ലേ? നീ കർത്താവിന് വേണ്ടി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഈ ലോകത്തിന് വേണ്ടി നീ ജീവിക്കരുത്. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, മതത്തിന് വേണ്ടി, തീവ്രവാദികൾക്ക് വേണ്ടി, ഭീകരവാദികൾക്കും വർഗീയവാദികൾക്ക് വേണ്ടി നീ ജീവിക്കരുത്. ഇവിടുത്തെ അഫ്ഗാനി കോൺട്രാക്ടർമാർക്ക് വേണ്ടി നീ ജീവിക്കരുത്. ഇവിടുത്തെ മയക്കുമരുന്ന് ലോബികൾക്ക് വേണ്ടി നീ ജീവിക്കരുത്. ഈ ഭൂമിയിലെ സകല അധാർമികമായ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി അല്ല നീ ജീവിക്കരുത്. നീ ജീവിക്കേണ്ടത് യേശുവിന് വേണ്ടി ജീവിക്കണം. നീ ജീവിക്കുന്ന കർത്താവിന് വേണ്ടി ജീവിക്കണം. കാരണം നീ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാധിച്ച് ദൈവം നിന്നെ സൃഷ്ടിച്ച് സകലത്തിന്മേലും നിന്നെ അധിപതിയാക്കിയത് ദൈവമാണ്. ആ അധികാരത്തെ നഷ്ടപ്പെടുത്തി കളയാതെ നീ ദൈവത്തിലേക്ക് മടങ്ങുക. എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ കാണുന്നവരെല്ലാം എന്നെ കളിയാക്കുന്നു, എന്നെ പുച്ഛിക്കുന്നു, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, ഒറ്റപ്പെട്ടവളാണ്, ഞാൻ അനാഥനാണെന്നൊക്കെ പറഞ്ഞ് നീ നിന്നെ തന്നെ തകർത്ത് കളയാതെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപം സാധിച്ച നീ സകലത്തും വലിയ അധിപതിയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ എത്ര ഉന്നത സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം ഒരുപിടി മണ്ണായി മാറും, ഒരുപിടി ചാരമായി മാറും. ഇവിടുത്തെ നിങ്ങൾ എന്തെല്ലാം ഇവിടെ വാരിക്കൂട്ടിയാലും, എന്തെല്ലാം നിങ്ങൾ പിടിച്ചുകൊണ്ടാലും, എത്ര കോടികൾ നിങ്ങൾ ഉണ്ടാക്കിയാലും അതെല്ലാം ഒരുപിടി ചാരമാകുന്ന ദിവസമുണ്ട്. എന്നാൽ അതിന്മേലൊക്കെ ദൈവം നിന്നെ ഭൂമിയിൽ, അതിന്മേലൊക്കെ ദൈവം നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഭൂമി തീയാൽ വെന്തുരിക്കാനും നീ ഒരുപിടി ചാരമായി മാറാതെ നിന്റെ ആത്മാവ്, നിന്റെ ശരീരയുടെ മണ്ണോട് ചേർന്നാലും ചാരമായി തീർന്നാലും നിന്റെ ആത്മാവ് നിത്യത്തിലെത്തും. ഹല്ലേലൂയ. എന്നെ കേൾക്കണം മാതാപിതാ ശ്രോതാവേ, നീ യേശുവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, എന്നാലും നമ്മൾ മനുഷ്യന് വളരെ അറിവുള്ളവനാണ്. മനുഷ്യന് വളരെ അറിവുള്ളവനാണ്. അല്ലേ? മനുഷ്യന് വളരെ അറിവുണ്ടെങ്കിലും അവൻ ദൈവത്തെ അറിയുന്നില്ല. അല്ലേ? നമ്മൾ ചിന്തിക്കും മനുഷ്യന് വളരെ അറിവുള്ളവനാണ്, എങ്കിലും അവർ ദൈവത്തെ അറിയുന്നില്ല, സൃഷ്ടാവായി ദൈവത്തെ അറിയുന്നില്ല. അതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അജ്ഞത എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ വളരെ അറിവുള്ളവനാണെങ്കിലും, എന്നെ കേൾക്കുന്ന യുവക്കന്മാരോട് പറഞ്ഞു, നീ വളരെ അറിവുള്ളവനാണ്, നീ വളരെ ബുദ്ധിജീവിയാണെങ്കിലും നീ ദൈവത്തെ അറിയുന്നില്ല എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിലെ അജ്ഞത എന്ന് പറയുന്നത്, ഇരുളെന്ന് പറയുന്നത്. നിനക്ക് ദൈവത്തെ അറിയുവാൻ കഴിയണം, സൃഷ്ടാവിനെ അറിയുവാൻ കഴിയണം. ഹല്ലേലൂയ. അവൻ ആരാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയണം. ഹല്ലേലൂയ. ഒരാൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ നാമത്തെ അവൻ ധ്യാനിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, നിന്നിലേക്ക് ദൈവം ഇറങ്ങി വരും. നിനക്ക് ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ, ദൈവത്തെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായാൽ, ദൈവത്തെ മനസ്സിലാക്കണം, അനുഭവിച്ചു തരണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടായാൽ
നീ സകല ഭൂമിയിൽ ശ്രേഷ്ഠമായ നാമത്തെ നീ ധ്യാനിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തെ നീ ധ്യാനിക്കുമ്പോൾ അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. അപ്പൊ നിനക്കും പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് നിനക്കും പറയാൻ കഴിയും. അത് നിന്റെ അറിവ് കൊണ്ട് നിനക്ക് നല്ലതാ. നിനക്ക് അറിവ് നല്ലതാ, പക്ഷെ നീ ദൈവത്തെ അറിയണം. അറിവുണ്ടെങ്കിലും നിനക്ക് ദൈവത്തെ അറിയാൻ കഴിയാതെ പോയതാണ് നിന്റെ പരാജയം മുഴുവൻ. നിന്റെ കുടുംബത്തിൽ ശാപം നിലനിൽക്കുന്നത്, നിന്റെ കുടുംബത്തിന് കണ്ണീര് മാറാത്തത് നീ ദൈവത്തെ അറിയാതെ പോയതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ ദൈവത്തിന്റെ നാമത്തെ അറിയുവാൻ നീ ആഗ്രഹിച്ചാൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്ത് പ്രകാശം വരുത്തും ദൈവം. ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിൽ വന്നു കഴിയുമ്പോൾ, ലോകത്തിന്റെ വെളിച്ചമായി യേശു നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ തലമുറയുടെ വെളിച്ചമായി മാറുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ എല്ലാ ഇരുളും മാറിപ്പോകും, കഷ്ടത മാറിപ്പോകും, എല്ലാ നിന്ദകളും എല്ലാ മാനാപമാനങ്ങളും മാറി ദൈവം നിന്നെ ശ്രേഷ്ഠമായിട്ട് നടത്തും. രക്തം ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. എന്നെ കേൾക്കുന്ന സഹോദരി, എത്ര കാലമായി നിന്റെ ഭർത്താവ് മദ്യപാനിയായി മാറട്ടെ, എത്ര കാലമായി നിന്റെ ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വന്ന് നിന്നെ ഉപദ്രവിക്കുന്ന, എത്ര കാലമായി സഹോദരൻ നീ മദ്യപിച്ച് വെളികെട്ട് നിന്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത്, എത്ര കാലമായി സഹോദരി നിന്റെ ഭർത്താവിനോട് അല്ലരിയ എതിരിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നിന്റെ മക്കൾ നിന്നോട് മത്സരിക്കുന്നത്, ഇതിന്റെ എല്ലാം കാരണം എന്താണ്? നിനക്ക് ഭൂമിയിൽ അറിവുണ്ടെങ്കിലും നീ ദൈവത്തെ അറിയാതെ പോയതാണ് നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം നിറഞ്ഞു നിൽക്കുന്നത്. പണമുണ്ട്, പ്രതാപമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, സ്ഥാനമാനങ്ങളുടെ ജോലിയുണ്ട്, എല്ലാം നിനക്കുണ്ടെങ്കിലും പക്ഷെ നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? നിനക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ട്? നീ ദൈവത്തെ അറിയാതെ പോയി. അവന്റെ നാമം നീ അറിയാതെ പോയതുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് സാത്താന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകരം നീ മടങ്ങി വന്ന് നീ സകല നാമത്തിൽ ശ്രേഷ്ഠമായ നാമമുള്ള യേശുവിൽ നിന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുകയാണ്, കർത്താവിന് ഏകദേശം 272 നാമങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. 272 നാമങ്ങൾ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഓരോ വിവിധ പേരുകളാണ്. അങ്ങനെ വിവിധ നിലകളിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എല്ലാ നാമങ്ങളും കർത്താവിന്റെ സ്വഭാവത്തെയും ഗുണാതിശയങ്ങളെയും നമുക്ക് വിവരിച്ചു തരുന്നതാണ്. നമ്മുടെ കർത്താവിനെ പറയുമ്പോൾ യഹോവ എന്റെ ഇടയൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവശക്തിയുള്ള ദൈവം എന്നൊക്കെ പറയുമ്പോൾ അവന്റെ സകല സ്വഭാവ ഗുണാതിശയങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടുന്നത് ഞാൻ ചെയ്തു തരുമെന്ന്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഗുണാതിശയങ്ങളും ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് അവൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 14:13 വായിക്കുന്നുണ്ട്. അതൊരു വാഗ്ദത്തമാണ്. ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ദൈവം പൂർണ്ണമായിട്ട് തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം വരെ, ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും, വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അതെ, സകല നാമത്തിന് മേലായ നാമമുള്ള സ്വാമി ഭൂമിയിലൊക്കെ ശ്രേഷ്ഠമായ നാമമുള്ള യേശുവിന്റെ നാമത്തിലേക്ക് ഇന്ന് മടങ്ങി വന്ന് ഇന്ന് പകൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? വായിച്ച വനത്തിലേക്ക് വരട്ടെ. ഞങ്ങൾ കർത്താവായ ഭൂമിയിൽ നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, നീ ആകാശത്തിന് തേജസ് വെച്ചിരിക്കുന്നു. അതേ സംഗീതങ്ങൾ ദാവീദ് ദൈവത്തിന്റെ മഹത്വം കണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചതുപോലെ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവ മഹത്വം വെളിപ്പെടട്ടെ, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എന്നെ കേൾക്കുന്ന ദൈവദൈവമൊക്കെ മാതാവോട് ചോദിക്കട്ടെ, നിനക്ക് സമാധാനമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? എന്റെ കണ്ണുനീരല്ലേ എന്നും വേദനയില്ലേ? നിന്റെ കുടുംബത്തിലെന്നും സങ്കടങ്ങളില്ലേ? ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അപ്പനമാരെക്കുറിച്ച് എന്നും നീ കണ്ണുനീരില്ലേ? ജോലിയില്ലാത്തവര് സാമ്പത്തികമായി കടക്കടി കൊണ്ട് വിധമായ മാരകമായ രോഗങ്ങളാൽ, ശാപങ്ങൾ മുഖാന്ന്, ബന്ധനങ്ങൾ മുഖാന്ന്, തലമുറയുടെ വൈകല്യം മുഖാന്ന് നീ സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയല്ലേ? ഹല്ലേലൂയ. ജനം നിന്നെ എല്ലാം നിന്നെ പഴിക്കുമ്പോൾ, നിന്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്തുമ്പോൾ നീ വേദനയോടെ ഇരിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്കാമോ? സകല നാമത്തിന് മേലായ നാമമുള്ള ഭൂമിയിലൊക്കെ ശ്രേഷ്ഠമായിരിക്കുന്ന നാമം നീ ധരിച്ചുകൊണ്ട് അവന്റെ മഹത്വത്തെ ജീവിക്കുവാൻ നിന്നെ എന്റെ മകൾക്ക് സമർപ്പിച്ചു കൊടുത്ത്, യേശുവേ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തരികയാണ്, എന്റെ ഹൃദയത്തെ ഏൽപ്പിക്കുകയാണ്, അങ്ങയുടെ മഹത്വത്തിന്റെ വെളിപ്പെടുത്തണമേ. സാമ്യം ഭൂമിയിലൊക്കെ ശ്രേഷ്ഠമായി നാമം എന്റെയിലും എന്റെ കുടുംബത്തിലും എന്റെ തലമുറയിലും വെളിപ്പെട്ട് രാജ്യത്തെ മാറ്റിത്തരണമെന്ന് നീ ദേശത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യദിവസമായ തൊഴിലാളികൾക്കായി
പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇനിയുടെ ഇന്ത്യയിൽ 29 സംസ്ഥാനം 7 വർഷങ്ങളായി 800 കോടിയിൽ നിന്ന് ഞാൻ തലമുറകളെ ഓർക്കുകയാണ് കർത്താവ്. എണ്ണപ്പെടാത്തവർ 7 ഭൂഖണ്ഡങ്ങളായി തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ രാജ്യങ്ങൾക്ക് 800 കോടി തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണാധികാരികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടണങ്ങൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിൽ സകല ജനത്തെ അധികാരികളെയും കരജന വ്യോമസ്നാമി ശാന്തികാതെ അതിർക്കാക്കുന്ന സൈന്യത്തിനായി ക്രമസമാധാന പോലെ നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ രഹസ്യാനുഷ്ഠാനങ്ങൾക്കായി സകല വിരുദ്ധമാർ ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തികമേല എല്ലാ ജനത്തെയും സ്തോത്രമെല്ലാം പോലീസിന്റെ സെക്ഷനുകൾക്കായി, ജുഡീഷ്യൽ സെക്ഷനുകൾക്കായി, ക്രൈംബ്രാഞ്ച്, CBI, ഇന്റർപോൾ എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നവർ. അപ്പോൾ തന്നെ SS ഫോഴ്സുകൾക്കായി അമിക്കത്താൻ ഫയർഫോഴ്സുകൾക്കായി എല്ലാ മേഖലയായിരിക്കും അധികാരികളെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. സ്തോത്രം. ജനത്തെ വിടുവിക്കണമേ, ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. രാജ്യങ്ങൾ മദ്യവുമായി ലഹരി പദാർത്ഥമുണ്ട്. ഓരോ ദിവസവും കേരളത്തിൽ കൊലപാതകം വർദ്ധിക്കും, തീവ്രവാദങ്ങൾ, ഭീകരവും വർഗീയതയും വളർന്ന് ജനം തമ്മിലടിച്ച് മരവിച്ച് രക്തം ചുരിച്ചിട്ടുണ്ടാകുമ്പോൾ ഈ ജനം മടങ്ങി യേശുവിന്റെ നാമം, യേശുവിന്റെ മഹത്വം തിരിച്ചറിയുവാൻ, നാമത്തിന്റെ ശ്രേഷ്ഠം മനസ്സിലാക്കി രാജ്യം മടങ്ങിവരനെ പ്രാർത്ഥിക്കുന്നു. കടലോര വാസികൾ കർത്താവ് മത്സ്യത്തിന് കടന്നു ആനക്കടലിൽ ജോലി ചെയ്യുന്നവർ, കരയിലും കടലിൽ ആകാശമാർഗം വാഹനോടി വാഹന യാത്ര ചെയ്യുന്നവർ, മത്സ്യങ്ങൾക്കായി മോട്ടോറുകളുടെ യൂണിയൻ എല്ലാ ടൈസോട്ടുകളും എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും, കാർഷിക മേഖലയിൽ കർത്താവ് വിശ്വാസം ക്ഷീരമേഖലയിലും വലുതും ചെറുതും എല്ലാ വ്യാപാരി വ്യവസായികളെ എല്ലാ വഴിയോര കച്ചവടക്കാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ലേവിയ എല്ലാ മേഖലയിലും സകല ജനത്തിനും പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശ്വാസം എല്ലാ കർഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും ദൈവ സാന്നിധ്യം ദേശത്ത് ജോലിക്ക് കടന്നുപോയി കഷ്ടം സഹിക്കുക, വിസ നഷ്ടപ്പെട്ട വിസ ഭാരപ്പെടുന്നവർക്ക്, ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കുന്നവർ, വിദേശ പീഡന ക്രിമിനൽ സഹപ്പെട്ട് കിടക്കുന്നവർക്കായി, ദേശത്തിന്റെ പീഡന സൗകര്യമാർക്കായി, സാമ്പത്തികമായി പരാജയപ്പെട്ട കടക്കിടിയിൽ കടന്നു ജപ്തി നേരിടുന്നവർ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിവാഹത്തിനെ ആഗ്രഹിക്കുന്ന കുടുംബജീവിതം ചിഹ്നമായി ഡിവോഴ്സിലേക്ക് എത്തിക്കിടക്കുന്ന നിരവധി വിഷയങ്ങളെ ഇതുപോലെ നിങ്ങൾ ദൈവങ്ങളിൽ എത്തിക്കുകയാണ്. കർത്താവ് ഈ മദ്യത്തിന് മയക്കും മനസ്സിലേക്ക് അടിമപ്പെട്ട് നിരവധി യുവക്കന്മാർ, തലമുറകൾ മനസ്സിന് മടങ്ങി മാതാപിതാക്കളിൽ മടങ്ങിവരുടെ ദൈവം മറയ്ക്കുന്ന പാപങ്ങളെ, ദൈവം വെറുക്കുന്ന പാപങ്ങളെ കുടുംബത്തിന് പൂർണ്ണമായി നീക്കി, ഇരുളിന്റെ ആധിപത്യം നീക്കി കർത്താവ് ദൈവത്തിന്റെ മഹത്വം കുടുംബങ്ങളിൽ, ദൈവത്തിന്റെ നാമം കുടുംബങ്ങളിൽ വ്യക്തികളിൽ വെളിപ്പെടുവാൻ നിങ്ങൾ ദൈവരങ്ങളിൽ എത്തിച്ച് പ്രാർത്ഥിക്കുന്ന ശേഷത്തിൽ കുമാരി യുവരത്തിൽ വൃത്തരാശന യാചകർ, ഓർഫണേജുകളുടെ ജീവിത തടവറയിലായിരിക്കുന്ന സകല ജനത്തിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. കർത്താവെ ജനക്ക് മടങ്ങി വരട്ടെ. ഞങ്ങളുടെ മത സാംസ്കാരിക മാധ്യമ മീഡിയ രംഗങ്ങൾക്ക് സയന്റിസ്റ്റ് വൈദ്യന്മാരെ എല്ലാ ഫറവിഷനും എല്ലാ മത നേതാക്കന്മാർക്കും മാനസാന്തരം കൊടുക്കണം. അക്രമത്തിലൂടെ അധികാരത്തിന് വേണ്ടി സാമാന്യരുടെ രക്തചുരുച്ച് നടത്തുന്നവരെ എല്ലാ സമയം എല്ലാ മദ്യരൂപികളെ മയക്കുരൂപികളെ ദൈവം സന്ദർശിക്കണമേ. അനവധി കുഞ്ഞുങ്ങളെ തലമുറയെ നഷ്ടപ്പെടുന്ന പാപത്തിലേക്ക് വലിച്ചിരിക്കുന്ന രക്തചുരുച്ചിനെ കാരണക്കാരായിരിക്കുന്ന ഈ മദ്യമയക്കുരൂപികളെ ദൈവം സന്ദർശിക്കണമേ. പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഇരിപ്പിടങ്ങൾ, അവരുടെ തന്ത്രങ്ങളെ ദൈവം നീക്കം ചെയ്യണമേ. ഈ ദിവസങ്ങളിൽ മരട്ടനായി പ്രാർത്ഥിക്കും. പാപ വഴികളിലോട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതത്തെ പഞ്ചരത്തെ ഒരുക്കണമേ. തലമുറകളിൽ ഓർത്ത് പ്രാർത്ഥിക്കും. ഈ പ്രഭാതത്തിൽ കർത്താവ് കൊലക്കേസ്, കുത്തുകേസുകൾ, വെട്ടുകേസുകൾ കേട്ട് നിങ്ങൾ മനസ്സ് മടുക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ യേശുവിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ കർത്താവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ ശ്രേഷ്ഠമായി, നിന്റെ മഹത്വം ഭൂമിയിലൊക്കെയും വെളിപ്പെടണായി, നിന്റെ നാമം ശ്രേഷ്ഠമായി, നാമം എല്ലാ കുടുംബങ്ങളും വെളിപ്പെടണായി ദൈവരങ്ങളിൽ എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ, ശാപത്തിൽ, രോഗത്തിൽ, ബന്ധത്തിൽ, മഹാവ്യാധിയിൽ ഭാരപ്പെട്ട് കിടക്കുന്ന എല്ലാ കുടുംബങ്ങളും പുറത്തു വരണായി. കർത്താവ് ഈ മനുഷ്യ അറിവുണ്ട്, പക്ഷെ ദൈവത്തെ അറിയുന്നില്ല. ഈ ജനം ദൈവത്തെ അറിയുവാൻ അവർക്ക് ദൈവികമായ ജ്ഞാനം കൊടുക്കണായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് വിടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.